അതിർത്തി തർക്കത്തെ തുടർന്നാണ് തായ്ലൻഡും കംബോഡിയയും പരസ്പരം യുദ്ധം നടത്തിയത്. ഇപ്പോൾ ഈ അയൽരാജ്യങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 5 ദിവസത്തെ പോരാട്ടത്തിനൊടുവിലാണ് സമാധാനം പുനഃസ്ഥാപിച്ചത്. എന്നാൽ ഈ സമാധാന കരാർ എങ്ങനെയുണ്ടായി? മലേഷ്യയാണ് ഈ സമാധാനത്തിൻ്റെ ശില്പി. തായ്ലൻഡിൻ്റെയും കംബോഡിയയുടെയും പ്രധാനമന്ത്രിമാർ മലേഷ്യയിലേക്ക് പറന്നെത്തി. ആസിയാൻ അധ്യക്ഷൻ കൂടിയായ മലേഷ്യൻ നേതാവ് അൻവർ ഇബ്രാഹിം ഈ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ശ്രമിച്ചു. ആദ്യം തായ്ലൻഡ് മടിച്ചു. അവരുടെ ശക്തമായ സൈന്യം കംബോഡിയയേക്കാൾ മുന്നിൽ നിൽക്കുന്നതിനാൽ ഒരുപക്ഷെ അവർ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാൻ ആഗ്രഹിച്ചിരിക്കാം. പക്ഷേ അപ്പോഴാണ് ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ നീക്കം നടത്തിയത്. വ്യാപാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകി. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാകില്ല. അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്ന തായ്ലൻഡിനും കംബോഡിയയ്ക്കും 36% തീരുവ ഭീഷണിയായിരുന്നു. അവരുടെ ആസിയാൻ സഖ്യകക്ഷികളായ ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനും 20% തീരുവയുള്ള വ്യാപാര കരാറുകളുണ്ട്. ഞാൻ 2 പ്രധാനമന്ത്രിമാരോടും സംസാരിച്ചു. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കരാറില്ല, ആളുകൾ മരിക്കുന്നു, അതിർത്തിയിൽ കാര്യങ്ങൾ കാട്ടുതീ പോലെയാണ്, ഇപ്പോൾ അവർ സമാധാനം ആഗ്രഹിക്കുന്നു. പിന്നീട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്. അത് ഫലിച്ചു. മലേഷ്യയിൽ 2 നേതാക്കളും കൈകൊടുത്തു. ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. നിബന്ധനകളോ കാലതാമസമോ ഇല്ലാതെ തന്നെ അത് സംഭവിച്ചു. ഈ വെടിനിർത്തൽ ഞങ്ങളുടെ ബന്ധം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരും. സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരമാധികാരവും ജനങ്ങളുടെ ജീവനും സംരക്ഷിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് എന്തൊരു മാറ്റമാണ് ഉണ്ടായത്. വ്യാപാര ഭീഷണിയും ആസിയാൻ രാജ്യങ്ങളുടെ മത്സരവും തായ്ലൻഡിനെയും കംബോഡിയയെയും കെണിയിലാക്കി. ഈ വെടിനിർത്തൽ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുവരെ ലംഘനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ ഭയന്ന് ഇരു രാജ്യങ്ങളും ജാഗ്രത പാലിക്കുകയാണ്. ഈ സംഘർഷത്തിൽ 33 പേരാണ് മരിച്ചത്. 1,40,000-ഓളം തായ്ലൻഡുകാരും 1,35,000-ഓളം കംബോഡിയക്കാരും വീടുകൾ വിട്ട് ഓടേണ്ടി വന്നു. ഇനി യുദ്ധം തുടരാൻ ആർക്കും താല്പര്യമില്ല. ഈ സംഘർഷത്തിൻ്റെ ആഘാതം എന്താണ്? കുറച്ചു കാലം അനിശ്ചിതത്വം തുടരും. തായ്ലൻഡിൽ 13 ലക്ഷം കംബോഡിയക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നു. മലേഷ്യയിൽ നേതാക്കൾ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ കംബോഡിയക്കാർ അതിർത്തി കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തായ്ലൻഡ് ഇനി അവരെ സ്വാഗതം ചെയ്യുമോ? ഇതാണ് ഇപ്പോഴത്തെ ആശങ്ക. 1900-കളിൽ ഫ്രഞ്ച് ഭരണകാലത്ത് വരച്ച അതിർത്തിയാണ് പ്രശ്നത്തിൻ്റെ മൂലകാരണം. തായ്ലൻഡ് ഈ അതിർത്തിയെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഈ വർഷം മെയ്യിൽ ഒരു ചെറിയ സംഘർഷത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ മരിച്ചു. പിന്നീട് സൈനിക സാന്നിധ്യം വർദ്ധിച്ചു. നയതന്ത്രജ്ഞർ പുറത്താക്കപ്പെട്ടു. ഒടുവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 2008-ലും സമാനമായ സംഘർഷം ഉണ്ടായിരുന്നു. 16 വർഷത്തിനിടെ 2 തവണ ഈ അതിർത്തി തർക്കം യുദ്ധത്തിലേക്ക് നയിച്ചു. ഇതൊരു ആസൂത്രിത യുദ്ധമായിരുന്നില്ല. ഇരു രാജ്യങ്ങളും യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി കംബോഡിയയുടെ മുൻ നേതാവുമായി നേരിട്ട് സംസാരിച്ചു. എന്നിട്ടും അതിർത്തിയിൽ കാര്യങ്ങൾ വഷളായി. ഇപ്പോൾ തോക്കുകൾ നിശബ്ദമായി. തെക്കുകിഴക്കൻ ഏഷ്യ ശ്വാസം വിടുകയാണ്. പക്ഷേ അതിർത്തി തർക്കം പരിഹരിക്കപ്പെടാതെ യുദ്ധത്തിൻ്റെ നിഴൽ ഇനിയും അവിടെ നിൽക്കും. ഒരു ചെറിയ തീപ്പൊരി മതി അത് വീണ്ടും ആളിക്കത്താൻ.